നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തട്ടിപ്പിന്റെ അടരുകൾ ഒന്നൊന്നായി പുറത്തെടുക്കുകയാണ് അന്വേഷണ സംഘം. സ്വർണ്ണപ്പാളിയിൽ നിന്ന് ഉരുക്കിയ സ്വർണം മറിച്ചു വിറ്റു എന്ന മൊഴി ഉൾപ്പെടെ പോറ്റി കുറ്റം സമ്മതിച്ചു എന്നതാണ് അന്വേഷണത്തിലെ പ്രധാന വഴിത്തിരിവ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള സ്വാധീനവും സന്നിധാനത്തുള്ള സ്വാതന്ത്ര്യവും ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൂടുതൽ വെളിപ്പെട്ടു. സ്വർണം പൂശിയ ശ്രീകോവിലിന്റെ വാതിൽ ബംഗളൂരുവിൽ പ്രദർശിപ്പിച്ച് പണം പിരിച്ചതിന്റെ തെളിവുകളും പുറത്തുവന്നു. പോറ്റിയുടെ ഭൂമി ഇടപാടിന്റെ രേഖകൾ കണ്ടെടുത്തു. ഒന്നല്ല, ഒട്ടേറെ പേർ പങ്കുകാരും ആസൂത്രകരുമായി ഉണ്ട് എന്ന് വ്യക്തമായതോടെ അവർ ആരൊക്കെയെന്നും തൊണ്ടി എവിടെ എന്ന ചോദ്യവുമാണ് ഇനി അവശേഷിക്കുന്നത്. എൻകൗണ്ടർ തുടങ്ങുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPI-ലെ ശ്രീ സുരേഷ് കുമാർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ പഴകുളം മധു, BJP-യിലെ ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, മുൻ റിട്ടയർഡ് SP ശ്രീ TK രാജ്മോഹൻ, ഒപ്പം തന്നെ വലത് നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ TK രാജ്മോഹൻ സർ, ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലും പരിശോധനകളും ഒക്കെ തകൃതിയായി നടക്കുകയാണ്. ഇന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു പുരോഗതി എന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി താൻ കുറ്റം ചെയ്തതായി സമ്മതിച്ചിരിക്കുന്നു എന്നതാണ്. അതിനോടൊപ്പം തന്നെ ഈ കൂടുതൽ തെളിവുകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്ന ഒരു ദിവസം കൂടിയാണെന്ന്. കാരണം ശ്രീകോവിലിൻ്റെ സ്വർണം പൂശിയ വാതിൽ, ആ പുതിയ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരിൽ ഒരു ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചു. അതിൻ്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ എന്നത് വളരെ ദുരൂഹമാണ്. ഈ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട്. ഭൂമി ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ പുറത്തു വരുന്നു. ഇനി ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരിൽ മേലുള്ള സ്വാധീനം, സന്നിധാനത്ത് അയാൾക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം, പിന്നെ ഈ സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യാനുമൊക്കെയായി പല ആളുകളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പണം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇതിൻ്റെ ഒരു വലിയ ശൃംഖലയിലേക്ക് വെളിച്ചം വീശുന്ന തരത്തിലേക്ക് ഈ അന്വേഷണത്തിലെ വിവരങ്ങൾ പുറത്തു വരികയാണ്. പക്ഷേ ഇതിൽ ഇനിയും കണ്ടെത്താനുള്ളത് ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുഖ്യ ആസൂത്രകരായിട്ടുള്ളത് എന്നതും, പിന്നെ ഈ ഉരുക്കിയ സ്വർണം അത് പണമാക്കി പലർക്കായി വീതിച്ചു എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുള്ള മൊഴിയുമാണ്. ഇതൊക്കെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയുമോ ശ്രീ TK രാജ്മോഹൻ സർ? അതല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ കാര്യങ്ങളിൽ ചിലരെ സംരക്ഷിക്കാനും ചിലരെ കൊടുക്കാനുമുള്ള ശ്രമം കൂടി ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുമോ? ശ്രീ ഗോപികൃഷ്ണൻ, നമ്മുടെ കേരള പോലീസിലത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ആ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തിരിക്കുന്നത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ നേരിട്ട് നിർദ്ദേശത്തിലാണ് കേസ് അന്വേഷണം നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ SIT ആൻസറബിൾ ടു ദ ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള, അതായത് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ കീഴിലാണ് SIT. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളൊക്കെ മനസ്സിലാകുന്ന തരത്തിൽ അത് ശരിയായ ദിശയിലാണ് നീങ്ങുന്നത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിശ്വസിക്കാമോ? ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹം പല കാര്യം ഹാഫ് ട്രൂത്ത് പറയും, ഫുൾ ട്രൂത്ത് പറയും, ചില സമയം വഴി തെറ്റിക്കാൻ വേണ്ടി വേറെ തരത്തിൽ പറയും, ചിലത് സത്യങ്ങൾ വിളിച്ച് പറയും, ചില കാര്യങ്ങൾ ശരിയായിരിക്കും. അപ്പോൾ അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരും വളരെ ക്രിട്ടിക്കലായിട്ട് മാത്രമേ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കാണുള്ളൂ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിലെ ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകും. അതേസമയം തന്നെ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷൻസും എല്ലാ ഇൻപുട്സും പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അതിനെ ബാക്കപ്പ് ചെയ്യാനുള്ള എവിഡൻസ് സഹിതം, അതിനെ കൊറോബറേറ്റ് ചെയ്യാനുള്ള എവിഡൻസ് സഹിതം അന്വേഷണം മുന്നോട്ട് പോകും. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മളൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രതികളെയും ഈ കേസിൽ കൊണ്ടുവന്ന് അറസ്റ്റായി കൊണ്ടുവന്ന് ഈ പറയുന്ന എല്ലാ പ്രോപ്പർട്ടിയും, ഈ ഭഗവാന്റെ ഈ നഷ്ടപ്പെട്ട സ്വർണം അത് ആരുടെയൊക്കെ കയ്യിലെത്തി, എവിടെയൊക്കെ പോയി, ആരൊക്കെയാണ് അതിൻ്റെ ഉപഭോക്താക്കൾ, അവരൊക്കെ കണ്ടെത്തി അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ ഈ അന്വേഷണം ഒരു ലോജിക്കൽ കൺക്ലൂഷൻ എത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ ബോധപൂർവം ഒരു താൻ ഇരയാക്കപ്പെട്ടതാണ്, മറ്റു പലരുടെയും താല്പര്യങ്ങൾ, മറ്റു പലരുടെയും ഇടപെടലുകൾ, മറ്റു പലർക്കും വേണ്ടി പണിയെടുത്ത് താൻ ഇരയാക്കപ്പെട്ടതാണെന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ ഈ നൽകിയിരിക്കുന്ന മൊഴിയിലൂടെയൊക്കെ ശ്രമിക്കുന്നുണ്ടാകില്ലേ? അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് നമ്മൾ 100% വിശ്വാസത്തിലെടുക്കുക? മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളിയിലെ സ്വർണം ഉരുക്കി വിറ്റു, അതിലെ പണം കിട്ടി, ഞാൻ പലർക്കുമായി വീതിച്ചു എന്ന് പറയുമ്പോൾ കൂടുതൽ ആളുകളെ ഈ കേസിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ താൻ ഒരു ഇരയാക്കപ്പെട്ടയാളാണ് എന്നും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി നമ്മൾ ഈ കാര്യത്തിൽ സംശയിക്കണ്ടേ ശ്രീ രാജ്മോഹൻ സർ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം പ്രതിയാണ്.
എക്യൂസ്ഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ബാക്കപ്പ് ആവണം. ഞാൻ നേരത്തെ പറഞ്ഞത് പ്രോപ്പറായിട്ട് അതൊക്കെ കൊറോബറേറ്റ് ചെയ്യുന്ന എവിഡൻസ് പോലീസ് കളക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എനിക്ക് ഇന്നാളെ അറിയാം, അല്ലെങ്കിൽ ഇന്നാളെ മുഖാന്തരം എൻ്റെ പ്രതിയാണ്, അല്ലെങ്കിൽ അയാളുടെ മുഖാന്തരം ഈ സ്വർണം വിറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് എവിഡൻസും കൂടെ വേണം. അതായത് പ്രോസിക്യൂട്ടബിൾ എവിഡൻസ് വേണം, കോടതി അംഗീകരിക്കുന്ന എവിഡൻസ് വേണം. അപ്പോൾ അത്തരത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്കൊക്കെ ഈ നഷ്ടപ്പെട്ട സ്വർണം ആരുടെയൊക്കെ എത്തി, എവിടെയൊക്കെ അത് വിഭജിച്ചു, അത് വിറ്റതാണോ, വിറ്റിട്ട് ആ രസകരമായ ഒരു ഭാഗം പുറത്തു വന്നിട്ടുണ്ട് രാജ്മോഹൻ സാർ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞതായിട്ട്. അതായത് ഇതിലൂടെ ലഭിച്ച പണം, അതായത് ഈ സ്വർണ്ണപ്പാളി വിറ്റതിലൂടെയും ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണത്തിൽ നിന്ന് ലാഭമൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയതെല്ലാം, ലഭിച്ച പണമൊക്കെ പലർക്കുമായി വീതം വെച്ചു. താൻ ഒരു ഉപകരണമാക്കപ്പെടുകയായിരുന്നു. അപ്പോൾ ഈ പലരും ഈ സ്വർണത്തിൻ്റെ ഗുണം പറ്റിയിട്ടുണ്ട് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. നമുക്കറിയാം, ശബരിമലയിലെ അയ്യപ്പന് കാവൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയാണ്. അയ്യപ്പന് ലക്ഷക്കണക്കിന് ആളുകൾ ദർശനത്തിനെത്തുമ്പോൾ അവിടെയുള്ള ഈ ശ്രീകോവിലിന് മുന്നിലുള്ള വാതിലും കട്ടിലയുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിവൈൻ വാല്യൂ, അതിൻ്റെ പരിപാവനത എന്നത് പ്രൈസ്ലെസ് ആണ്. അപ്പോൾ സ്വർണത്തിൻ്റെ വിലയല്ല ഇതിലൂടെ ഇവരൊക്കെ നേടിയിട്ടുണ്ടാവുക. എന്നിൽ നിന്ന് പലരും ഇത് വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ കോടിക്കണക്കിന് രൂപ മറഞ്ഞിട്ടുള്ള ഒരു കച്ചവടമായിരിക്കില്ല ഇതിന് പിന്നിൽ നടക്കുക. അപ്പോൾ അന്വേഷണ സംഘം ഇനി ഏത് ദിശയിലേക്കാണ് ഈ അന്വേഷണം ഇനി കൊണ്ടുപോകേണ്ടത് ഇത്രയും സങ്കീർണമായ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ? ശ്രീ ഗോപികൃഷ്ണൻ, വളരെ സങ്കീർണമാണ്. കാരണം ഈ സ്വർണം 2 കിലോയിൽ അതിൽ സ്വർണം വിറ്റ് അതിന് കിട്ടിയ വില കൂടാതെ ഇതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അതായത് ഈ അയ്യപ്പൻ്റെ ആ സാധനങ്ങളിൽ ജനങ്ങൾക്കുള്ള താല്പര്യം, അല്ലെങ്കിൽ ഭക്തി, ഭയം, ബഹുമാനം, അതോടനുസരിച്ച് അത് നമ്മുടെയൊക്കെ ചില വീട്ടിലോ അല്ലെങ്കിൽ ചില അമ്പലങ്ങളോ പ്രദർശിപ്പിക്കുമ്പോൾ അവിടെ കിട്ടുന്ന കോൺട്രിബ്യൂഷൻ, ശരിക്കും സത്യത്തിൽ ഇത് ശരിയായ കച്ചവടമാണ്. ഒരു ബിസിനസ് നടത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെയൊക്കെ ഭക്തിയുടെ ആ ബിസിനസ് അത് അയാൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി അയാളെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും, അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വത്തിലെ ഉന്നതന്മാരും അതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തീർച്ചയായും നമുക്ക് മനസ്സിലാവും. അത് അന്വേഷണത്തിൽ കൂടി മാത്രം കൊണ്ടുവരണം. അത് വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, വെറുതെ ഹാഫ് സൈഡായിട്ട് ഇങ്ങനെ ഇവരുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. അവരെയൊക്കെ ഇംപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർ എവിഡൻസ് കൊണ്ടുവരണം. ആ എവിഡൻസ് കളക്ഷനാണ് ഇനി മുന്നോട്ട് പോകേണ്ടത്. അതിനാണ് ഇപ്പം ചെന്നൈയിലായാലും ഹൈദരാബാദിലായാലും ബാംഗ്ലൂരിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക. അതുപോലെ ഈ ഡോക്യുമെൻ്ററി എവിഡൻസ് കളക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് റെയ്ഡ് ചെയ്തപ്പം ഒരുപാട് ഡോക്യുമെന്റ്സ് കിട്ടി. ഇത് സ്വർണം വിറ്റ എമൗണ്ട് വല്ല എമൗണ്ടൊക്കെ അത് കൊള്ളപ്പലിശ കൊടുത്തിരിക്കുക എന്ന് പറയുന്നു, അവരുടെ പ്രോപ്പർട്ടി വാങ്ങിയെന്ന് പറയുന്നു. അപ്പം ഇതൊരു വലിയ ലൂട്ടിംഗ് ആണ്, ഒരു ഓർഗനൈസ്ഡ് ലൂട്ട്. അതായത് കുറേ ആൾക്കാർ കൂടി ഒരു ഓർഗനൈസ് ചെയ്ത് ലൂട്ട് ചെയ്തിരിക്കുകയാണ്. ഭഗവാൻ അയ്യപ്പൻ്റെ സ്വർണവും അതുമായി ബന്ധപ്പെട്ട വാല്യൂ, അതുമായി ബന്ധപ്പെട്ട ഭക്തിയൊക്കെ കുറേ ആൾക്കാർ, അത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പോറ്റിയന്മാരിലെ ആൾക്കാരുണ്ട്, ഈ സ്മാർട്ട് ക്രിയേഷന്മാരിൽ ചില സ്വർണം പൂശുന്ന സ്ഥാപനങ്ങളുണ്ട്, ചില ഭക്തന്മാർ, അതായത് ഈ ഭക്തി എന്നുള്ളൊരു മാഫിയാക്കി മാറ്റിക്കൊണ്ട് ഈ ഹൈദരാബാദിലും പിന്നെ ബാംഗ്ലൂരും ചെന്നൈയും ഒക്കെ വിവരിക്കുന്ന വലിയൊരു സംഘമുണ്ട്. അവരൊക്കെ അയ്യപ്പനെ വിറ്റുകൊണ്ട് ജീവിക്കുകയാണ്. അപ്പൊ അതിന് നമ്മൾ അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീ രാഹുൽ ഈശ്വർ, ഡേ 1-ൽ രാഹുൽ ഈശ്വർ താങ്കൾ പറയുന്നുണ്ട് ഇതിൽ ആദ്യത്തെ കള്ളൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അയാളെ പിടിച്ച് ചോദ്യം ചെയ്താൽ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം എത്തും. ഇതൊരു ഓർഗനൈസ്ഡ് ലൂട്ടിംഗ് ആണ്. രാജ്മോഹൻ സാർ പറഞ്ഞതുപോലെ വളരെ ആസൂത്രിതമായി നടത്തിയ കൊള്ളയാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ അയാളെ പിടിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ബാക്കി പ്രതികളിലേക്കൊക്കെ എളുപ്പത്തിൽ ചെന്നെത്താൻ കഴിയുമെന്ന് രാഹുൽ ഡേ 1-ൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. രാഹുൽ, ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങളെ നമുക്ക് ക്രോഡീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്ന സ്വർണം മറച്ചു വിറ്റു, അത് പിന്നെ പങ്കിട്ടെടുത്തു എന്നാണ്. ഇതിലൂടെ ലഭിച്ചിട്ടുള്ള പണം അയാൾ ഭൂമി ഇടപാട് നടത്തിയിട്ടുണ്ട് എന്ന രേഖകൾ പുറത്തു വരുന്നുണ്ട്. ഇനി മൂന്നാമതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നതരടക്കം 15ഓളം പേർ ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ടെന്നും സംസ്ഥാനത്തിന് പുറത്തും ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, നേരത്തെ ഈ വിജിലൻസിനോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് തട്ടിപ്പിന് കൂടെ നിന്ന ആളുകളാണ് ഇയാൾക്ക് ബാക്കി യാത്രയ്ക്കും മറ്റും വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് എന്നൊക്കെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമുക്ക് എത്രത്തോളം വിശ്വസിക്കാം? ഇയാൾ ഈ അന്വേഷണ സംഘത്തിനോട് പറഞ്ഞിരിക്കുന്ന പേരുകളിലേക്ക്
അന്വേഷണം പോയി കഴിഞ്ഞാൽ അതിന് സർക്കാർ മറുപടി പറയേണ്ട ഒരു സാഹചര്യം വന്നെത്തുമോ? അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണത്തിന് എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയും? താങ്കൾക്ക് അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഗോപീകൃഷ്ണൻജി, എനിക്കിതിൽ യാതൊരു രാഷ്ട്രീയവുമില്ല. വളരെ പച്ചയ്ക്ക് ആദ്യം മുതലേ കാര്യം പറയുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുറകിൽ നിൽക്കുന്നവരെ രക്ഷിക്കാനുള്ള ഒരു അടവാണ്. അതായത് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളിൽ പതിച്ചിരുന്ന സ്വർണ്ണ ക്ലാഡിങ്ങിനും ആ ദ്വാരപാലക ശില്പങ്ങൾക്കും സ്വർണത്തിന്റെ വിലയല്ല, അതിന്റെ 100 ഇരട്ടിയോ 1000 ഇരട്ടിയോ വിലയുള്ള, പണ്ട് ആന്റീക് വാല്യൂ എന്ന് പറയും, അതേപോലെ ഡിവൈൻ വാല്യൂ, അങ്ങ് വളരെ ശരിയായി പറഞ്ഞ പോലെ ഡിവൈൻ വാല്യൂ എന്നോ ഇമോഷണൽ വാല്യൂ എന്നോ റിച്വലിസ്റ്റിക് വാല്യൂ എന്നോ ഒക്കെ പറയുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണമുണ്ട്. ഈ 2 കിലോ സ്വർണം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഇത്രയും പേർക്ക് പങ്ക് കൊടുത്തിരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 2 കിലോ സ്വർണം മറച്ചു വിറ്റിട്ട്, 2 കിലോ ചെറിയൊരു എമൗണ്ട് ആണെന്നല്ല പറയുന്നത്, 2 കിലോ സ്വർണം മറച്ചു വിറ്റ് അത് 15 പേർക്ക് വീതിച്ചു കൊടുത്ത ഒരാൾക്ക് എന്ത് കിട്ടാനാണ്? ഇതിനു വേണ്ടിയാണോ ഇത്രയും വലിയ റിസ്ക് എടുത്തവർ ക്രൈം ചെയ്തത്? ആരെ പറ്റിക്കാനായി സംസാരിക്കുന്നത്? അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പം കുറ്റം സമ്മതിക്കുന്നു എന്ന ധ്വനി കൊടുക്കുന്നതും സ്മാർട്ട് ക്രിയേഷൻസ് പോലും കുറ്റം സമ്മതിക്കുന്നു എന്ന ധ്വനി കൊടുക്കുന്നതും ഇതിന്റെ പിന്നിൽ നിൽക്കുന്നവർ എത്ര ശക്തരും എത്ര ഉന്നതരും എത്ര വലിയവരുമാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഇവരോടടക്കം പറഞ്ഞു കാണും, നിങ്ങൾ ഇത് പറഞ്ഞാൽ മതി, കാര്യം മറച്ചു വിറ്റു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ലല്ലോ. അതായത് മെർക്കുറിയിൽ മുക്കി ഗോൾഡ് മാറി, അപ്പം അതിന്റെ ചെമ്പ് പാളികൾ ഇല്ലാതായി, അപ്പോൾ സ്വർണ്ണ പാളികൾ മാറി, ഞങ്ങളത് മറച്ചു വിറ്റു എന്ന് പറഞ്ഞാൽ തീരും എന്ന തെറ്റിദ്ധാരണയാണ് അവർക്കുള്ളത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതെടുത്ത് പല കഷ്ണങ്ങളായി, അതായത് പല രീതിയിലുള്ള ഭാഗങ്ങളായി പലർക്കും വിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി പിറകു നിൽക്കുന്ന ദേവസ്വം ബോർഡുകാരും അറിഞ്ഞില്ലെങ്കിൽ അവർ മണ്ടന്മാരാണ്. പക്ഷെ അങ്ങനെയല്ല, അവർ അതിമിടുക്കന്മാരാണ്, അവർക്ക് വീഴ്ചയൊന്നും പറ്റിയില്ല, അവർക്ക് അതിബുദ്ധിയുള്ള കള്ളന്മാരാണ്. അതുകൊണ്ട് അവർ ചെയ്തിരിക്കുന്നത് ഈ ഡിവൈൻ വാല്യൂ ഉള്ള പാളികൾ എടുത്ത് പലർക്കായിട്ട് ഇത് വിറ്റിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, കർണാടക പ്രദേശങ്ങളിൽ പല ആൾക്കാരും ചെയ്യുന്നത് 3 പേര് ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങിയാൽ അവർ 5 പേരെന്ന് രജിസ്റ്റർ ചെയ്യും. ഒരു പങ്ക് തിരുപ്പതി ബാലാജിക്കും ഒരു പങ്ക് ശബരിമല അയ്യപ്പൻ എന്ന് പറഞ്ഞ് എഴുതും. അങ്ങനെ ഒരുപാട് വൈകാരികമായി ഇതിനെ കാണുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് ഇത് വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അവരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനും ഇവരുടെ പിന്നിൽ നിൽക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരിലേക്ക് വരാതിരിക്കാനും തങ്ങളിൽ മാത്രം അന്വേഷണം ഒതുങ്ങാനും വേണ്ടിയിട്ടാണ് ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും ഒക്കെ സ്വരം കൊടുക്കുന്നത് സ്വർണം മറച്ചു വിറ്റു. ഈ 2 കിലോ മറച്ചു വിൽക്കാൻ വേണ്ടിയാണോ ശബരിമല ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള സാധനം മറച്ചു വിറ്റു? അല്ലെങ്കിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞോട്ടെ രാഹുൽ, അതായത് ഈ ദ്വാരപാലക ശില്പത്തിന്റെ താങ്ങുപീഠങ്ങളുണ്ടല്ലോ, അതില് ഈ വാക്സ് വെച്ച് അതിന്റെ അളവെടുക്കാവുന്ന കാര്യത്തിൽ ഒന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുവാദം കൊടുക്കുകയും ഈ ഇദ്ദേഹത്തിന്റെ കൂടെയുള്ള എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വാസുദേവൻ പോറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹത്തിന്റെ സുഹൃത്ത് വന്ന് അളവെടുത്തുകൊണ്ട് പോകുന്നു, പീഠം കൊണ്ടുവരുന്നു, ഒന്നും എവിടെയും ഒരു രേഖയിലുമില്ല. പീഠം വന്നിട്ട് അത് പാകമല്ല എന്ന് പറയുന്നു, തിരിച്ചു കൊണ്ടുപോകുന്നു, പഴയ പീഠം എടുത്തു വെക്കുന്നു, ഒന്നും ഒരു രേഖയും എവിടെയും ഇല്ല. വളരെ ആസൂത്രിതമായി ഇതൊക്കെ നടപ്പാക്കി എന്ന് മനസ്സിലാക്കാൻ ഇതിലും കൂടുതൽ തെളിവൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. അല്ല, മാത്രമല്ല അങ്ങ് വളരെ ശരിയായി പറഞ്ഞ പോലെ ഇതിന്റെ പിന്നിൽ ദേവസ്വം ബോർഡിലെ ആൾക്കാരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. അതായത് ഇതിന്റെ പേരിൽ ശ്രദ്ധ തെറ്റിക്കാൻ നമ്മുടെ ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും കുറെ പേരുടെ പേര് പറയും. അവരൊക്കെ ഇതിന്റെ കൂട്ടാളികളും പങ്കാളികളും മാത്രമാണ്. ഹൂ ഈസ് ദ മാസ്റ്റർ മൈൻഡ്? ചോദ്യം വരുന്നത് ആരാണ് ഇതിന്റെ മാസ്റ്റർ മൈൻഡ്? കോൺസ്പിറസിക്ക് ലീഗൽ ഭാഷയെ വരികയാണെങ്കിൽ ആരാണ് ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടാകുക? ആരുടെ പ്ലാൻ ആയിരുന്നു ഇത്? യഥാർത്ഥത്തിൽ ഇത്രയും വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് കൺസീവ് ചെയ്ത് ചിന്തിച്ച് ചെയ്യാൻ പറ്റുമോ? ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ടും പിന്തുണയും ഇല്ലെങ്കിൽ വെളിയിൽ നിൽക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ചിന്തിക്കാനെങ്കിലും പറ്റുമോ? അപ്പൊ യഥാർത്ഥത്തിൽ അന്ന് ദേവസ്വത്തിന്റെ ഭരണത്തിൽ ഇരിക്കുന്ന ചില ആൾക്കാർക്ക് വലിയൊരു അവസരമായി 2019 കാണുകയും 2019 പ്രക്ഷോഭങ്ങളും വലിയ കാര്യങ്ങളും നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവർ ആലോചിച്ചു ഈ സ്വർണ്ണ ക്ലാഡിങ്ങും, ചിലപ്പോൾ അതിന് മുമ്പ് ആലോചിച്ചു കാണും, അത് വേറെ, ഈ സ്വർണ്ണ ക്ലാഡിങ്ങും മറ്റും മാറ്റി നമുക്ക് ഗോൾഡ് പ്ലേറ്റിംഗിലേക്ക് മാത്രം കൊണ്ടുവരാം എന്ന്. ആ ഗോൾഡ് ക്ലാഡിങ്ങും ഗോൾഡ് പ്ലേറ്റിംഗ്, എന്നിട്ട് ഈ സാധനങ്ങൾ വെളിയിൽ എടുത്തുകൊണ്ട് പോയി സ്വർണം വിറ്റു. സ്വർണത്തിനപ്പുറമായിട്ട് ഈ ഡിവൈൻ വാല്യൂ ഉള്ള കാര്യങ്ങൾ വിറ്റു. ആ രീതിയിൽ ഗോപീഷ് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിന്റെ പിന്നിൽ പല കോടികൾ അല്ലെങ്കിൽ ദശകോടികൾ ഇല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരം ഒരു കാര്യത്തിന് മുതിരുമോ? ആരെങ്കിലും ഇത്തരം ഒരു കാര്യം ശബരിമല ക്ഷേത്രത്തിൽ ഒരു അതിബുദ്ധി കാണിക്കുകയും ചെയ്തു. ഞാൻ കൊടുത്ത താങ്ങുപീഠം കാണാനില്ല, അത് ദേവസ്വം ബോർഡ് മാറ്റിവെച്ചതായിരിക്കും എന്നൊരു അതിബുദ്ധിയും കാണും. അത് അയ്യപ്പനായിട്ട് കഴിഞ്ഞ ഒക്ടോബർ 2, 2024 അയ്യപ്പനായിട്ട് അയപ്പിച്ചതാ. ഇൻ ഓൾ പ്രോബബിലിറ്റി ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായി കാണണം. ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുകയോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയ കമ്മീഷനോ സാധനങ്ങളോ കുറയുകയോ മറ്റോ ഒക്കെ ചെയ്തിരിക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കണം ഏതെങ്കിലും രീതിയിൽ ഇയാളത് അയച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു ഗ്രൂപ്പായി, ഒരു ദേവസ്വം മാഫിയയായിട്ട് പ്രവർത്തിച്ച്, ഒരു ഗൂഢസംഘവും കൊള്ള സംഘവുമായി പ്രവർത്തിച്ച് ഇവർ ഒരുമിച്ച് വന്നിട്ടില്ലാതെ ഈ കാര്യം
നടക്കില്ല. എന്തായാലും ഇപ്പോ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം, പ്രത്യേകിച്ച് എല്ലാ പാർട്ടികളും, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, CPM-ന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ഇതിന് പിന്തുണ കൊടുക്കുന്നു, അതായത് അന്വേഷണത്തിന് പിന്തുണ കൊടുക്കുന്നു പറയുന്നു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുങ്ങരുത്. അതിന്റെ പിന്നിലുള്ള ദേവസ്വം ബോർഡിന്റെ അധികാരികളായ ആൾക്കാർ വരണം. ഒരു കാര്യം കൂടെ അങ്ങ് ചോദിക്കണം, ഈ വ്യാജരേഖാ നിർമ്മാണത്തിന് എന്ത് ചെയ്യും? ആ ചെമ്പ് എന്ന് എഴുതിയ കാര്യം, അതായത് ഗോൾഡ് ക്ലാഡ് ചെയ്ത പാളികൾ ചെമ്പെന്ന് എഴുതിയ വ്യാജരേഖാ നിർമ്മാണം ഉണ്ടല്ലോ, അത് എവിഡന്റ് വ്യാജരേഖാ നിർമ്മാണമല്ലേ? ഫാബ്രിക്കേഷൻ ആൻഡ് ഫോൾസിഫിക്കേഷൻ അല്ലേ? അതിന് കേസെടുക്കണ്ടേ? അപ്പം തീർച്ചയായിട്ടും ദേവസ്വത്തിലെ ആൾക്കാരിലേക്ക് ഇതെത്തും. എപ്പോൾ എത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആഴ്ചകൾക്കുള്ളിൽ നമ്മൾ അങ്ങയ്ക്കും എനിക്കും പേരറിയാവുന്ന ചില ആൾക്കാരെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രം, ഇനി അതിനും പിന്നിൽ ആൾക്കാരുണ്ടോ ദൈവത്തിനെ അറിയാവൂ, പക്ഷേ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് ഇത് എത്താതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഒതുക്കി രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട. ശ്രീ സുരേഷ് കുമാർ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന വിവരങ്ങൾ മാത്രം പരിശോധിച്ചാൽ തന്നെ ഇതിന് പിന്നിൽ വലിയൊരു സംഘമുണ്ടെന്ന് വ്യക്തമാകും. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി ഞാൻ ഈ സ്വർണ്ണമൊക്കെ ഒരുക്കി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാൻ പല പങ്കുകാർക്കും കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ചില പേരുകൾ പറഞ്ഞാലും ഈ അന്വേഷണം ഡൈവേർട്ട് ചെയ്യപ്പെടാൻ പോകുന്നില്ല. കാരണം അതിനു മുൻപ് തന്നെ നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ വീഴ്ച, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച ഒക്കെ ക്ലിയർ ആണ്. മാത്രമല്ല സന്നിധാനത്ത് ഇത്രയും അധികം സ്വാതന്ത്ര്യം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടണമെങ്കിൽ അത് ദേവസ്വം ജീവനക്കാരുടെ ഒത്താശ ഇല്ലാതെ നടക്കില്ല എന്ന കാര്യം അറിയാം. താങ്ങുപീഠത്തിന്റെ കാര്യത്തിൽ എവിടെയും ഒരു രേഖയുമില്ല, യഥേഷ്ടം കാര്യങ്ങൾ നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നുള്ള ഭക്തനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് പുറമെ ഇയാൾ ശബരിമലയിലെ ഈ ഭഗവാന് മുന്നിലുള്ള സ്വർണ്ണവാതിൽ, അത് സ്വർണം പൂശിയ വാതിൽ, അത് ബംഗളൂരുവിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ച് പണം തട്ടിയതിൻ്റെ വിവരങ്ങളും വരുന്നുണ്ട്. അതായത് ദേവസ്വം ബോർഡിനെയും അവിടുത്തെ ദേവസ്വം ബോർഡ് ജീവനക്കാരും ഒക്കെ ആസൂത്രകരായിട്ടുള്ള വലിയ ഒരു ഗൂഢാലോചനയുടെ അവസാനത്തെ കണ്ണിയാണ്. അതിൻ്റെ കാര്യക്കാരൻ മാത്രമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നല്ലേ നമ്മൾ ഇതുവരെ വരുന്ന വിവരങ്ങളനുസരിച്ച് പറയാൻ കഴിയുക. സർക്കാരിന് അപ്പോൾ ഈ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരില്ലേ ശ്രീ സുരേഷ് കുമാർ? അല്ല, നോക്കൂ, ഇവിടെ ആദ്യം ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഈശ്വർ ഉൾപ്പെടെയുള്ള, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുമ്പോൾ സഹ പാനലിസ്റ്റുകളായി വരുന്ന ബഹുമാന്യരായിട്ടുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിലെങ്കിലും വ്യക്തമാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ ഗോപികൃഷ്ണൻ ഏറ്റവും ആദ്യം അവരോട് ചോദിക്കേണ്ട പ്രസക്തമായ ചോദ്യമെന്ന് പറയുന്നത്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വാസ്യത ഉണ്ടോ ഇല്ലയോ? ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ 6 ആഴ്ച കൃത്യമായി വെയിറ്റ് ചെയ്യുക. ആ 6 ആഴ്ചക്കകത്ത് തന്നെ അന്വേഷണ പുരോഗതി കൃത്യമായി ഓരോ 2 ആഴ്ചയും സീൽ ചെയ്ത കവറിനകത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ അതിൻ്റെ പുരോഗതി അറിയിക്കണമെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. 6 ആഴ്ച കൊണ്ട് ഈ അന്വേഷണം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. വിശ്വാസ്യതയുണ്ട് എങ്കിൽ ഈ അന്വേഷണത്തിൽ അവർക്ക് പൂർണ്ണ സംതൃപ്തരാണ്. വിശ്വാസ്യതയുണ്ട് എങ്കിൽ അവർ ഈ അന്വേഷണം കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനകത്ത് ആര് കുടുങ്ങിയാലും ഞങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയുമില്ല, ഞങ്ങളെ അത് അലോസരപ്പെടുത്തുന്ന കാര്യമേ അല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭരണത്തിലെയും പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അടിവരയിട്ട് പല കുറി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഞാനത് വീണ്ടും പ്രോംപ്റ്റ് ചെയ്യുന്നത് ശരിയായ ഒരു കാര്യമല്ലാത്തത് കൊണ്ടാണ് അത് വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാത്തത്. ഇത്രയും പറഞ്ഞൊരു കാര്യത്തിൽ ഒരു ഭാഗമൊന്നും ഞാൻ ചോദിച്ചു, വിശ്വാസ്യത ഇല്ല. അതായത് ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീ സുരേഷ് കുമാർ, ഇപ്പൊ ഇത് കാണുന്ന ആളുകൾക്ക് അറിയാമല്ലോ, ദേവസ്വം എന്തിനാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്തിനാണ്, ക്ഷേത്രങ്ങളിലെ ഈ ദേവസ്വത്തിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട, അതിന് ശബരിമലയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിന് പഴുതടച്ചിട്ടുള്ള സംവിധാനങ്ങൾ അവിടെയുണ്ട്. അവിടെയാണ് അവരുടെ മൂക്കിന് കീഴെ നിന്നുകൊണ്ട് അവരുടെ തന്നെ, അവരിൽ പലരുടെയും, എല്ലാവരുടെയും എന്ന് ഞാൻ പറയില്ല, അവരിൽ പലരുടെയും ഒത്താശയോടുകൂടി ഇത്ര വലിയ തട്ടിപ്പ് അവിടെ നടന്നിരിക്കുന്നത്. ഈ തട്ടിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഏതെങ്കിലും സർക്കാർ സംവിധാനത്തിൻ്റെ ജാഗ്രതാപൂർണമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടല്ല, കോടതി ഇടപെട്ട് നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. എൻ്റെ ചോദ്യം വളരെ ലളിതമായിരുന്നു. ഇതിലെ തട്ടിപ്പും ഇതിലെ ഗൂഢാലോചനയും അതിൻ്റെ ഭാഗമായി പുറത്തു വരും. ഇപ്പോൾ സർക്കാർ പറയുന്നുണ്ട് മുഴുവൻ കാര്യങ്ങളും പുറത്തു വരട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അതേ സർക്കാരിന് പറയാൻ കഴിയും, അതാണ് സർക്കാർ പറയേണ്ടത്. കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. അപ്പോൾ ഇതിലൂടെ പുറത്തു വരുന്ന വിവരങ്ങളിൽ ദേവസ്വം ഭരണത്തിലെ വീഴ്ചയും അതിൻ്റെ ഭാഗമായ ദേവസ്വം ബോർഡിൻ്റെ കെടുകാര്യസ്ഥതയും, അതിലൂടെ ദേവസ്വം വകുപ്പിനും ഈ കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് താങ്കൾ ഈ ചർച്ചയിൽ സമ്മതിക്കുമോ ശ്രീ സുരേഷ് കുമാർ? നേരിട്ട് തന്നെ മാധ്യമപ്രതിനിധികൾ പല കുറി ദേവസ്വം അധികാരികളോട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്.
അപ്പോഴൊക്കെ തന്നെ ദേവസ്വം ബോർഡിന് ആ കാലങ്ങളിൽ നേതൃത്വം നൽകിയിരുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്, വിശദമായ ഫയലുകൾ പരിശോധിക്കാം. ഫയലുകൾ പരിശോധിച്ചതിൽ നിന്നും പുറത്തു വരുന്നത് എന്താണ്? ദേവസ്വം ബോർഡ് വളരെ കൃത്യമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു വേണം ഇക്കാര്യങ്ങൾ ചെയ്യാനെന്ന് എഴുതിയിരുന്നിടത്ത് അതിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് അതിനകത്ത് കൃത്രിമം വരുത്തിയത് ഉദ്യോഗസ്ഥരാണ് എന്ന് ഈ അന്വേഷണത്തിൻ്റെയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിനകത്തും വളരെ സുരേഷ് കുമാർ അല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ സുരേഷ് കുമാർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചെമ്പ് പാളിയാണ് എന്ന്. അതെങ്ങനെ സംഭവിച്ചു? പിന്നീട് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ഈ ജയശ്രീ, അവരുടെ പേര് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, ജയശ്രീ എഴുതിയത് ആ ഉത്തരവിൽ വീണ്ടും തിരുത്തൽ വരുത്തി ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എങ്ങനെ സംഭവിച്ചതാണ്? താങ്ങുപീഠം അവിടെ കൊണ്ടുവന്നതിനും കൊണ്ടുപോയതിനും ഒറ്റ രേഖകളില്ല. എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? എന്തിനാണ് ഈ സംവിധാനം അവിടെ ശബരിമലയിലുള്ളത്? നോക്കുകുത്തിയായി നിൽക്കാനോ? നോക്കൂ ഗോപികൃഷ്ണൻ, ഈ ജയശ്രീ ദേവസ്വം ബോർഡിലെ ബോർഡ് മെമ്പർ അല്ല, ഉദ്യോഗസ്ഥയാണ്. വളരെ അവിടുത്തെ ഡിസൈഡിങ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥയാണ്. അവരാണ് ഇതിനകത്ത് ബോധപൂർവം തിരുത്തൽ വരുത്തിയതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അവരുടെ റെക്കോർഡുകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അവിടെയാണ് ഈ അന്വേഷണം പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് ആരെങ്കിലും സുരേഷ് കുമാർ, താങ്കളെ ഇടയ്ക്ക് കയറി താങ്കളെ ഉറപ്പായും താങ്കൾക്ക് പൂർത്തീകരിക്കാനുള്ള സമയം ഞാൻ തരാം. സുരേഷ് കുമാർ, ഞാൻ താങ്കൾക്ക് പൂർത്തീകരിക്കാനുള്ള സമയം തരാം. ഇത് ഞാൻ ഈ ഭാഗം ഒന്ന് വായിക്കാം, താങ്കളൊന്ന് കേട്ടു നോക്കൂ. അതായത് ഇത് വിജിലൻസ് നൽകിയിരിക്കുന്ന, കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ടിലെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാനത് വായിക്കുന്നത്. 3/7/2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൂടിയ ബോർഡ് മീറ്റിംഗിൽ 77-ാം നമ്പർ അജണ്ട പ്രകാരം എടുത്ത ബോർഡ് തീരുമാനം എഴുതിയ മിനിറ്റ്സ് ബുക്ക് അനക്ഷർ 10 പരിശോധിച്ചതിൽ ഇപ്രകാരമാണ്: ദേവസ്വം കമ്മീഷണറുടെ ശുപാർശ പ്രകാരം ശബരിമല ശ്രീകോവിലിന്റെ കതകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും കൂടാതെ ശ്രീകോവിലിന്റെ തെക്കുവടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും ഉൾപ്പെടെയുള്ള ജോലികൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കുന്നതിന് അനുവാദം നൽകി എന്നാണ് അതിൽ കണ്ടെത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഇനി അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. ഇനി മറ്റൊന്ന്, ഇതിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നു, 2019 ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായിരുന്നു എന്ന വസ്തുത ഗൗരവമായി അന്വേഷിക്കണം. ദ്വാരപാലക ശില്പപാളികൾ നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണം പൂശാൻ ഇടയായത് 2019 ബോർഡിന്റെ വീഴ്ചയാണ്. തുടർ നടപടി വേണ്ടതാണ്. അപ്പോൾ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് മാത്രമുള്ള വീഴ്ചയല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ ഭാഗമാണ് ഞാൻ വായിച്ചത്. ശ്രീ സുരേഷ് കുമാർ, താങ്കൾക്ക് പറയാം. അതെ, അതിനകത്ത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ചെമ്പ് തകിടുകളെന്ന് പറഞ്ഞിട്ടുള്ളത് സ്വർണം പൂശിയ ചെമ്പ് തകിടുകൾ, സ്വർണം പൂശിയതോ സ്വർണം ക്ലാഡ് ചെയ്തതോ ആയിട്ടുള്ള ചെമ്പ് തകിടുകളെന്നാണ് ഇപ്പോൾ അന്വേഷണത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ക്ലാഡ് ചെയ്തതാണ്, അത് പതിപ്പിച്ചതാണ് എന്ന രൂപത്തിലാണ് അന്വേഷണത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തമായ കാര്യം. അത് എങ്ങനെ അതിനകത്ത് എഴുതപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ ഈ മിനിറ്റ്സിനകത്ത് കൃത്രിമമായി എഴുതി ചേർക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണമാണ് ഈ വർത്തമാനകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞു പോയതല്ല, അല്ലെങ്കിൽ ഇനി വരാനുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ഏത് രൂപത്തിലാണ് ആ കൃത്രിമത്വം നടന്നിട്ടുള്ളതെന്നതിനെ സംബന്ധിച്ച് വളരെ വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം, ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത, ആർക്കും സംശയമുണ്ടാകാനിടയില്ലാത്ത ഒരു അന്വേഷണം വസ്തുനിഷ്ഠമായി നടക്കുമ്പോൾ നമ്മൾ അതിനകത്ത് വളരെ മുൻവിധിയോടുകൂടി സമീപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യഗ്രത പലപ്പോഴും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിനകത്ത് ആരാണത് എഴുതി ചേർത്തത്, ആരാണ് ഇതിനകത്ത് കൃത്രിമത്വം കാണിച്ചത് എന്നതിനെ സംബന്ധിച്ച് അധികം വൈകാതെ പുറത്തു വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തങ്ങളിൽ മാത്രം അന്വേഷണം ഒതുങ്ങാൻ, മറ്റുള്ളവരിൽ എത്താതിരിക്കാൻ, അന്വേഷണത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ എത്താതിരിക്കാൻ എന്ന രൂപത്തിലുള്ള വാചകങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ടതാണ്. അങ്ങനെ അതാണ് ഞാൻ പറയുന്നതിനുള്ള കാരണം. ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസിക്ക് എവിടെയെങ്കിലും മാത്രം ലിമിറ്റ് ചെയ്ത് ഈ അന്വേഷണത്തെ നിർത്താൻ വേണ്ടി സാധിക്കുമോ? മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് എത്താതിരിക്കാൻ
ഈ അന്വേഷണ സുരേഷ് സാർ, ഒരു ടീം, ചോദ്യം സ്പെഷ്യൽ ചോദിച്ചോട്ടെ? ഇൻവെസ്റ്റിഗേഷൻ അല്ല, ടീം രാഹുൽ ശ്രമിക്കുമോ? രാഹുൽ ഒരു മിനിറ്റ് എന്തിനാണ് നമ്മൾ രാഹുൽ ഒരു മിനിറ്റ് ശ്രീ ഭക്തരിലും പഴകുളം കേരളത്തിലെ മധുണ്ട്, ജനങ്ങളിലും ജയേന്ദ്രൻ മാസ്റ്ററുണ്ട്, കോടതിയെ രണ്ടുപേരുടെ എനിക്ക് ഞാൻ രണ്ട് വിശ്വസിക്കുന്ന അതിഥികളിലേക്ക് ആളുകൾക്ക് അരമണിക്കൂറായിട്ട് പോയിട്ടില്ല, ഞാൻ അവരിലേക്ക് പോവാണ്. വളരെ ശ്രീ പഴകുളം കൃത്യമായി മധു, ചേർത്ത് ശരി വെക്കുന്നത്. ശ്രീ സുരേഷ് കുമാർ ഒരു മിനിറ്റ്. ശ്രീ പഴകുളം മധു, സുരേഷ് കുമാർ ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ ഡയറക്റ്റ് ആയിട്ടാണ്. അതായത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിലൂടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അതിലെ യഥാർത്ഥ പ്രതികളടക്കം അവരിലേക്ക് ചെന്നെത്തുന്ന ഒരു അന്വേഷണമായി ഇത് മാറും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ആദ്യം അദ്ദേഹത്തിന് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. ഈ കേസിൻ്റെ അന്വേഷണം കേരള സർക്കാരിൻ്റെ ഒരു നിയന്ത്രണവുമില്ലാത്ത CBI ഉദ്യോഗസ്ഥന്മാർ നടത്തുകയും അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ദൈനംദിനമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നാലേ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതികളെ വിളിച്ചു കൊണ്ടുവരാൻ കഴിയുള്ളൂ. SIT ഹൈക്കോടതിയാണ് നിയോഗിച്ചത് എന്നതുകൊണ്ട് അവരാരും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ലാതാകുന്നില്ല. ഇപ്പോഴും അവരുടെ നിയന്ത്രണം മുഴുവൻ കേരള സർക്കാരിലാണ്. ഈ അന്വേഷണം കഴിഞ്ഞാലും അവർക്ക് കേരളത്തിലെ സർക്കാരാണ് നിയമനങ്ങളും പ്രമോഷനും ഒക്കെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കേരളത്തിൽ അവർക്ക് സ്വൈരമായി ജീവിക്കണമെങ്കിൽ തന്നെ ഈ സർക്കാരിൻ്റെ സംരക്ഷണം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാം വായടയ്ക്കൂ, അന്വേഷണത്തിൻ്റെ റിസൾട്ട് വരട്ടെ, എന്നിട്ട് നിങ്ങൾ മിണ്ടിയാൽ മതി എന്ന് പറയുന്നവർ ഇതിലെ കൊള്ളക്കാരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന അധര വ്യായാമം മാത്രമാണ്. ആലോചിച്ച് നോക്കൂ, 2019 N. വാസു പ്രസിഡൻ്റായിരുന്ന ബോർഡ് യോഗത്തിൻ്റെ മിനിറ്റ്സാണ് ഗോപികൃഷ്ണൻ ഇവിടെ വായിച്ചത്. അതിൽ ബോധപൂർവം തിരുവാഭരണ കമ്മീഷണർ എഴുതി കൊടുത്ത കത്ത് മിനിറ്റ്സായി പുറത്തു വന്നപ്പോൾ സ്വർണം മാറി ചെമ്പായത് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും ഇരുന്ന മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിലാണ്. അപ്പോൾ കുറ്റവാളി ആരാണ്? ഒന്നാമത്തെ പ്രതിയായി വരേണ്ടത് വാസുവാണ്. വാസുവിന് നിയമപരമായ ബാധ്യതയുണ്ട് ആ തെറ്റ് സംഭവിക്കാതിരിക്കാൻ. അത് ഗുരുതരമായ തെറ്റായിരുന്നു. അത് അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ കൃത്യവിലോപം മാത്രമല്ല, അത് ഒരു ക്രിമിനലായിട്ടുള്ള കുറ്റം കൂടിയാണ് വാസു ചെയ്തത്. അപ്പോൾ വാസുവിനെ പ്രതിയാക്കാതെ നടക്കുന്ന ഈ അന്വേഷണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുക്കിയാൽ, അല്ലെങ്കിൽ ഗോവർദ്ധനോ അതുപോലുള്ള 1-2 പേരിലോ ഒതുക്കിയാൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ പ്രതികളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് SITയെ നിയോഗിച്ചത് എന്നതുകൊണ്ട് മറ്റന്വേഷണം ആവശ്യപ്പെടേണ്ട, ഈ അന്വേഷണത്തിൽ നിങ്ങളെല്ലാം തൃപ്തി കൊണ്ടുപോകണം എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല. 9 വർഷക്കാലം മാത്രമായിട്ടാണ് ഈ കൊള്ളകളൊക്കെ കേരളത്തിൽ നടക്കുന്നത്. EMS കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു, ഇതുപോലെ ആരോപണം ഉണ്ടായിട്ടില്ല. നയനാർ മുഖ്യമന്ത്രിയായിരുന്നു, ആരോപണം ഉണ്ടായിട്ടില്ല. EK നയനാർ ഭഗവാൻ എന്തിനാണ് പാറാവെന്ന് ചോദിച്ച ആളാണ്. അക്കാലത്ത് ദേവസ്വം ബോർഡിൽ ഇതുപോലെ കൊള്ള നടന്നു എന്ന ആരോപണം ഉണ്ടായിട്ടില്ല. ഈ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ടാണ് കേരളം കാണാത്ത എല്ലാ സ്കാമുകളും നടന്നിട്ടുള്ളത്. അതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന സ്കാമാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാക്കി മാറ്റി അത് കവർന്നെടുത്തുകൊണ്ട് പോയ ഈ സംഭവം. അപ്പോൾ ഇത് ആസൂത്രിതമായിട്ടുള്ള, നിങ്ങൾ പറഞ്ഞ പോലെ ഓർഗനൈസ്ഡ് ലൂട്ടാണ്, ലീഗലൈസ്ഡ് പ്ലണ്ടറാണ്. ഇതൊരു കൊള്ളയാണ്, പ്ലണ്ടറാണ്. ഇത് നടത്താൻ ഉദ്യോഗസ്ഥർക്ക് മാത്രം കഴിയില്ല. ഇത് എടുത്തു മാറ്റിക്കൊണ്ട് പോയ സന്ദർഭങ്ങളിൽ നടന്നിട്ടുള്ള അവിടെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അവരെ മാറി മാറി ഒരു ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ 3 തിരുവാഭരണ കമ്മീഷണർമാരെ വെച്ചു. എന്താ കാരണം? ഇവരുടെ ഒരാൾ മാത്രം ഇരുന്നാൽ എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാൻ കഴിയും. അപ്പോൾ 3 പേരെ മാറ്റി മാറ്റി വെച്ചാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാൻ കഴിയില്ല. അപ്പോൾ തിരുവാഭരണ കമ്മീഷണർക്ക് മുകളിലുള്ളവർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡ് വാസുവിനും മെമ്പർമാർക്കും മാത്രമായി ചെയ്യാൻ കഴിയുമോ? അന്നത്തെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലെ അന്വേഷണം പോകണ്ടേ? അപ്പം 2019 എന്താണ് സംഭവിച്ചത്? ദ്വാരപാലക ശില്പങ്ങൾ, സ്വർണം പതിച്ച ശില്പപാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി. അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്ന ഒരു കുറ്റം. അതുകൊണ്ടാണ് 8ാം പ്രതിയായി ദേവസ്വം ബോർഡിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ കുറ്റമാണ് 2025 ചെയ്തത്. സ്വർണം പൂശിയെന്ന് പറയുന്ന ദ്വാരപാലക ശില്പത്തിലെ പാളികൾ പുറത്തേക്ക് കൊണ്ടുപോയി. അതാരാ അനുവദിച്ചത്? പ്രശാന്താണ്. പ്രശാന്ത് ഈ കേസിലെ പ്രതിയല്ല. അന്വേഷണം പ്രശാന്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ യഥാർത്ഥ പ്രതികളെ എങ്ങനെ കണ്ടെത്തും? എന്താണ് മാർഗം? അപ്പോൾ ഈ അന്വേഷണം
യഥാർത്ഥ വസ്തുതകളും യഥാർത്ഥ കുറ്റവാളികളെയും വെളിച്ചത്ത് കൊണ്ടുവരും എന്ന് വിശ്വസിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് കഴിയില്ല. അപ്പൊ അന്വേഷണത്തിന്റെ അല്ല, ഈ 2025 കൊണ്ടുപോകുന്നതിൽ ദേവസ്വം കമ്മീഷണർ ഇടപെട്ടത് കൊണ്ടല്ലേ ഇത് കോടതിയിലേക്ക് എത്തിയതും കാര്യങ്ങൾ പുറത്തു വന്നതും ഒക്കെ. അപ്പോൾ പ്രശാന്ത് എങ്ങനെയാണ് ഇതിനകത്ത് കുറ്റക്കാരനാവുന്നത്? അതെ, സ്പെഷ്യൽ കമ്മീഷണർ അല്ല കുറ്റക്കാരനെന്ന് ഞാൻ പറഞ്ഞത്. അല്ലല്ല സ്പെഷ്യൽ അല്ല ശ്രീ പഴകുളം മധു, പ്രശാന്ത് അന്ന് പറഞ്ഞത് 40 വർഷത്തെ ഗ്യാരണ്ടി ഉള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്. ഇതിന്റെ ശോഭ കെട്ടു തുടങ്ങിയിട്ടുണ്ട്, അതായത് ആ സ്വർണ്ണശോഭ പോയി തുടങ്ങി എന്ന് തന്ത്രി പറഞ്ഞതനുസരിച്ച് ഈ കാര്യങ്ങളിൽ വീണ്ടും സ്വർണം പൂശാൻ കൊണ്ടുപോകണമെന്ന് അതിന്റെ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് കൊണ്ടുപോകാൻ തീരുമാനിച്ചപ്പോഴാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് 40 വർഷത്തെ വാറണ്ടി കൊടുത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, 2019 എന്താണ്? അന്നും ശോഭ കെട്ടുകൊണ്ടാണ് ഇത് കൊണ്ടുപോയത്, അല്ല സ്വർണ്ണപ്പാളി എന്തിനാ പുറത്ത് കൊണ്ടുപോയത്? അന്ന് ഇതേ കുറ്റമാണ്, ഇന്നും ഇതേ കുറ്റമാണ്. അന്ന് ശോഭ കെട്ടിട്ടില്ല, അന്ന് വേറെ വലിയ തട്ടിപ്പ്, സ്വർണം പൊതിഞ്ഞതായിരുന്നു. ഇത് സ്പെഷ്യൽ അന്ന് ശോഭ കെട്ടിട്ടില്ല, അന്ന് സ്വർണം പൊതിഞ്ഞതായിരുന്നു. അതായത് വിജയ് മല്യ കൊടുത്ത സ്വർണം അതെ പൊതിഞ്ഞതായിരുന്നു, അതിൽ ശോഭ കെട്ടു എന്ന് കള്ളത്തരം പറഞ്ഞതിന്റെ പേരിലാണ് പിന്നീട് ചെമ്പുപാളി ആയതും എഴുതി കൊണ്ടുപോയതൊക്കെ. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് പോയി സ്വർണം പൂശിക്കൊണ്ടുവന്ന പിന്നെ പാളിയാണ് രണ്ടാമത് കൊണ്ടുവന്നത്. ഗോപീഷൻ, താങ്കൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാനും പറഞ്ഞതാണ്. 2019 സ്വർണ്ണപ്പാളി കൊണ്ടുപോയി. അന്നത്തെ ലക്ഷ്യം പാളി മാറ്റി പൂശാനായിരുന്നു. പക്ഷെ അന്നും പറഞ്ഞത് ശോഭ കെട്ടെന്നാണ് പറഞ്ഞത്. അല്ലപ്പോഴും ഇന്നലെ കൊണ്ടുപോയി ഇത് വിൽക്കാൻ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ശോഭ കെട്ടു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അന്ന് അത് മാറ്റി വെച്ചു. എന്നിട്ട് സ്വർണം ചെറുതായി പുറത്ത് പൂശിക്കൊണ്ട് പുതിയ സാധനം കൊണ്ടുവന്നു. യഥാർത്ഥ പാളി ഇവിടെ പറഞ്ഞ പോലെ മുറിച്ചു വിൽക്കുകയോ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഏതെങ്കിലും വ്യവസായി കൊടുക്കുകയോ ചെയ്തു. 2025 സമാനമായ സെയിം കുറ്റം. ഇത് ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 2025 ചെയ്ത അതേ കുറ്റമാണ്. എങ്കിൽ എന്തുകൊണ്ട് സ്പെഷ്യൽ കമ്മീഷനെ അറിയിച്ചില്ല? ഹൈക്കോടതി ഉത്തരവുണ്ട്, കൃത്യമായ ഉത്തരവുണ്ട്, സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട്. സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ ഒരു സാധനം പുറത്തു പോകരുത്. എന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാമല്ലോ. അയാൾ അതുകൊണ്ടാണല്ലോ കുറ്റവാളിയാകുന്നത്. അയാൾ നിഷ്കളങ്കനാണെന്നാണോ നിങ്ങൾ ചർച്ചയിൽ പറയുന്നത്? അയാൾ കുറ്റവാളിയാണ്, ദേവസ്വം ബോർഡ് മെമ്പർമാർ കുറ്റവാളികളാണ്. ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ വെറും ഒരു പാവയാണ്, മരപ്പാവയാണ്. കേരളത്തിലെ ദേവസ്വം മന്ത്രിയുടെയും ഈ സർക്കാരിന്റെയും CPM-ന്റെ വെറും ആജ്ഞാനുവർത്തിയാണ്. ശരി, ഇതെല്ലാം പ്രശാന്തിന്റെ വീട്ടിൽ കൊണ്ടുപോയതല്ല ഞങ്ങൾ പറയുന്നത്. ശരി, പ്രശാന്തിന് കൂട്ടുനിന്നു. കുറ്റവാളികൾ എന്ന് പറയുന്നത് കേരളത്തിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരാണ്. അവരെ പിടിക്കണം. അവരാണ് കുറ്റവാളികൾ. ശരി, BJP പ്രതിനിധി ശ്രീ ജയേന്ദ്ര മാസ്റ്ററുണ്ട്. ജയേന്ദ്ര മാസ്റ്റർ, എനിക്ക് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ചോദ്യത്തിന് മാത്രമേ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് അടിസ്ഥാനപരമായി ഞാൻ വരാം. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം നടക്കുന്ന ഈ ഘട്ടത്തിലും എന്താണ് BJP-യുടെ ഈ രാപകൽ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിന്റെ ഉദ്ദേശം? രാഷ്ട്രീയമല്ലേ? ഗോപീഷൻ, നിങ്ങൾ എന്നോട് ചോദിച്ച ഈ കാര്യത്തിൽ വളരെ കൃത്യവും ലഭ്യമായ വിവരങ്ങളും ഭാരതീയ ജനതാ പാർട്ടി 5 ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാതിരിക്കാൻ പറയാം സാർ. എന്റെ അവസരമാണ്. ഞാൻ വരാം ശ്രീ പഴകുളം, ഞാൻ വരാം താങ്കളിലേക്ക്. ഒന്ന്, ഈ ഗുരുതരമായ വിഷയം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയോ ആഭ്യന്തരമന്ത്രിയുടെയോ കീഴിലുള്ള ഒരു പോലീസ് സംവിധാനം അന്വേഷിച്ചാൽ അത് സത്യാവസ്ഥയിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് ഈ കേസിൽ CBI അന്വേഷണം അനിവാര്യമാണ്. രണ്ടാമത്, ഇത് ഗുരുതരമായ കൃത്യവിലോപം കാണിച്ചു എന്ന് കോടതി തന്നെ രേഖപ്പെടുത്തിയ ഈ ദേവസ്വം ബോർഡ് സംവിധാനം പിരിച്ചുവിടണം. 3, ഈ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഉത്തരവാദിയായ 2019 ദേവസ്വം മന്ത്രിയും അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം. 30 വർഷത്തെ ദേവസ്വം ബോർഡിന്റെ എല്ലാ പരിശോധിക്കണം. ഒന്നുകൂടി ഞങ്ങൾ പറയും, ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ 30 വർഷം ദേവസ്വം ബോർഡ് കണ്ടെത്തിയ സത്യാവസ്ഥകൾ പുറത്തുവിടണം. ഇത് പറയുന്നതിന് സ്ഥിരപ്പെടുത്തുകയാണ്. നോക്കൂ, ഇന്ന് സുരേഷ് നമ്മോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾക്ക് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ വിശ്വാസമുണ്ടോ? സുരേഷിനോട് ഈ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കും. സുരേഷ്, നിങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ വസ്തുതകളോട് നോക്കൂ, ജസ്റ്റിസ് രാജ വിജയരാഘവൻ സാറും KV ജയകുമാറും
ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കൃത്യമായ ചില നിരീക്ഷണങ്ങൾ മിസ്റ്റർ സുരേഷ് കുമാർ കണ്ടെത്തിയിരിക്കുന്നു. ഒന്ന്, സ്വർണ്ണ മോഷണം സ്ഥിരീകരിച്ചിരുന്നു കോടതി. 2019 പോറ്റിക്ക് കൈമാറിയ സ്വർണം പൂശിയ ചെമ്പായിരുന്നു, ചെമ്പ് പാളികളായിരുന്നില്ല. നഷ്ടപ്പെട്ടത് 475.5 ഗ്രാം സ്വർണമാണ്. ഇതുവഴി മൊത്തം 4.5 കിലോഗ്രാം സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. സുരേഷ് കുമാർ വീണ്ടും കേൾക്കണം കോടതിയുടെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്. നാഥനില്ല കളരിയായി കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കഥപ്പതിച്ചിരിക്കുന്നു. സിസ്റ്റം സമ്പൂർണമായ പരാജയമായിരിക്കുന്നു. തട്ടിപ്പ് നടന്നു എന്നത് വ്യക്തമാണ്. ദേവസ്വം ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക്, സർ കേൾക്കണം, ദേവസ്വം ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് സംശയാസ്പദമാണ്. അതുകൊണ്ട് തന്നെ മടക്കണം. എന്താണ് മിസ്റ്റർ സുരേഷ് കുമാർ, കോടതി ഇത്തരം കണ്ടെത്തലുകളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്തരം ഒരു ദേവസ്വം മന്ത്രിയുടെയും ഇത്തരത്തിലൊരു ദേവസ്വം ബോർഡിന്റെയും അധികാര പരിധിക്കുള്ളിൽ നിലനിർത്തിക്കൊണ്ടുള്ള അന്വേഷണം സത്യത്തിന്റെ അംശം കണ്ടെത്തുന്നതിൽ ഭാവിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമോ? ഇന്ന് മറ്റൊരു വാർത്ത കൂടി, ഈ ചോദ്യത്തിലെ തെണ്ടി മുതൽ എവിടെ എന്ന ചോദ്യം വന്നു. ഒരു വസ്തുത കൂടി പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വീട് പരിശോധിച്ച, പോറ്റിയുടെ വീട് പരിശോധിച്ച അന്വേഷണ സംഘം അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്ത് സംശയാസ്പദമായി എന്തോ കത്തിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന് ബുദ്ധിപരമായ ഓർമ്മക്കുറവുണ്ട് എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് മിസ്റ്റർ സുരേഷ് കുമാർ? നേരത്തെ ഒരു കാര്യം കൂടി, നമ്മുടെ വിജിലൻസിന്റെ റിപ്പോർട്ടിലെ 14-ാം പേജ് വായിച്ചു. സുരേഷ് കുമാർ, നിങ്ങൾ ഞങ്ങളോട് ചോദിച്ചല്ലോ വിശ്വാസമുണ്ടോ എന്ന്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം. നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ഇപ്രകാരം ചെയ്ത വിവരം ദേവസ്വം അധികാരികൾ അറിഞ്ഞില്ല എന്ന് കരുതാൻ സാധ്യമല്ല. ഉദ്യോഗസ്ഥന്മാർ ചെയ്ത ഇക്കാര്യം ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്ന് കരുതാൻ സാധ്യമല്ല. ഇപ്പോൾ കണ്ടെത്തിയ അല്ലെങ്കിൽ SITയുടെ അന്വേഷണ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചതിൽ പറയുന്നു ഇങ്ങനെ വിശ്വസിക്കാൻ സാധ്യമല്ല. മിസ്റ്റർ സുരേഷ് കുമാർ, അത്തരം ഉദ്യോഗസ്ഥന്മാരുടെ നിയന്ത്രണത്തിൽ ദേവസ്വം ബോർഡിനകത്ത് അവർ ഇരിക്കാൻ യോഗ്യരാണോ? ഇനി ഇവരറിയാതെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പണി ചെയ്തതെങ്കിൽ എന്തിനു മാസാമാസം അലവൻസും സർക്കാർ വാഹനവും സൗകര്യവും പറ്റിയിട്ട് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അംഗങ്ങൾ എന്ന് പറഞ്ഞ് പാർട്ടി നിശ്ചയിച്ച നോമിനികൾ ഇരിക്കണം സർ? ഇത്ര കൊള്ളരുതാത്തവരാണോ നിങ്ങളുടെ ആളുകൾ? ജയേന്ദ്ര മാസ്റ്റർ, ഇതിനിടയിൽ രാഹുൽ ഒരു ചോദ്യവുമായി നിൽക്കുന്നുണ്ട്. ജയേന്ദ്ര മാസ്റ്റർ, ഒരു കാര്യം അങ്ങ് ഞാൻ ഇറങ്ങാണ്. ഒരു കാര്യം അങ്ങ് പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്യുന്നു. ശ്രീ പഴകുളം മധുവും ശ്രീ ജയേന്ദ്ര മാസ്റ്ററും പറഞ്ഞ 100% സത്യവും ഭക്തരുടെ മനസ്സിലുള്ള ചോദ്യമാണ്. ഒരു ചോദ്യം കൂടി, ശ്രീ ഗോപികൃഷ്ണന്റെ വീട്ടിൽ നിന്നും രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ നിന്നും സുരേഷ് സഖാവിന്റെ വീട്ടിൽ നിന്നും 100 പവൻ എടുത്തുകൊണ്ട് പോയി പണിക്ക്. നമുക്ക് ആ 100 പവൻ ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു കിട്ടിയില്ല, അല്ലെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ തിരിച്ചു കിട്ടില്ലെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കൂലേ? ശബരിമലയിൽ നിന്ന് അങ്ങനെ 1.5-2 കിലോഗ്രാം ഗോൾഡ് എടുത്തുകൊണ്ട് പോയിട്ട് 39 ദിവസത്തിന് ശേഷമാണ് ആ സ്ഥലത്ത് എത്തിയത്. ദേവസ്വം ബോർഡുകാർ ഇത് അറിഞ്ഞില്ലേ? അവരൊന്ന് വിളിച്ചു ചോദിച്ചില്ലേ? ഭഗവാന്റെ ആഭരണങ്ങളല്ലേ, അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വത്ത് സ്വർണ്ണമല്ലേ? ഇത്രയും കിലോ കണക്കിന് സ്വർണം എടുത്തോണ്ട് പോയിട്ട്, ഇത് ഹൈക്കോടതിയുടെ വാക്കുകളാണ്, 39 ദിവസം, 1 മാസവും 9 ദിവസത്തിനും ശേഷമാണ് അത് ചെന്നൈയിൽ എത്തിയത്. ദേവസ്വം ബോർഡുകാർക്ക് അതിനെക്കുറിച്ച് ഒരു ബോധറേഷനും ഉണ്ടായില്ലേ? അപ്പൊ ഇനി നമ്മൾ എന്തിനാ മറച്ചു വെക്കുന്നത്? ദേവസ്വം ബോർഡുകാർ അറിഞ്ഞുകൊണ്ടാണ് ഇത് കട്ടത്. സുരേഷ് സഖാവെ, അത് അങ്ങയുടെ പാർട്ടിയോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നൊന്നുമല്ല. ദേവസ്വം ബോർഡുകാർ അറിയാതെ ആരെങ്കിലും ചെയ്യുമോ? നമ്മുടെ വീട്ടിൽ നിന്ന് 1 പവൻ സ്വർണം എടുത്തോണ്ട് പോയാൽ നമ്മൾ 3 പ്രാവശ്യം വിളിക്കൂലേ? ദേവസ്വം ബോർഡുകാർ ഒരു തവണയെങ്കിലും ഈ ഇത്ര കിലോ കണക്കിന് സ്വർണം എടുത്തോണ്ട് പോയിട്ട് എവിടെ നിന്ന് ഈ 39 ദിവസം എന്ത് ചെയ്യായിരുന്നു അന്വേഷിച്ചോ? രാഹുൽ ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ നടത്തുന്ന അന്വേഷണം, വിജിലൻസിന്റെ അന്വേഷണം, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം, അത് സർക്കാരിന് കീഴിലാണ് ഈ സംവിധാനം. അതുകൊണ്ട് ഇതിലൊരു സത്യം തെളിയാൻ പോകുന്നില്ല എന്നതിനോടും രാഹുലിന് യോജിപ്പാണോ? അല്ല, എന്താ അറിയാമോ, അതൊരു ആശങ്കയുണ്ട് കേട്ടോ. ഹൈക്കോടതിയെ വിശ്വാസമാണ്, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തര വകുപ്പിന് താഴെയല്ലേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ഭക്തർക്ക് ഈ വിഷയത്തിൽ കോടതിയാണ് ഏറ്റവും വിശ്വാസം. കാര്യം കോടതിക്കും അത് കഴിഞ്ഞ് മാധ്യമങ്ങൾക്കുമാണ് ക്രെഡിറ്റ്. നമുക്ക് സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഹൈക്കോടതിയാണ് ഈ വിഷയത്തിലെ ഹീറോ. ഹൈക്കോടതി കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളാണ്. താങ്കളുടെ അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്താണ് കൂടുതൽ ജനങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. ആ ദിവസമൊന്നും ആരും വിശ്വസിച്ചില്ല. കാര്യം ആരും കരുതിയില്ല അയ്യപ്പന്റെ സ്വർണം കക്കുമെന്ന്. ചിലപ്പോൾ എന്തെങ്കിലും വീഴ്ച ഉണ്ടായി എന്നൊക്കെ കരുതി. ഹൈക്കോടതി വിധിയിലും ഇത് എഴുതിയിട്ടുണ്ട്. അല്ല രാഹുൽ, പക്ഷേ ഇതേപോലെ നമ്മൾ സംശയിക്കുന്ന ഈ സംവിധാനത്തിന്റെ ഭാഗമായി തന്നെയല്ലേ
ദേവസ്വം ജീവനക്കാരുടെ പിഴവുകളെക്കുറിച്ചും അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പിഴവുകളെക്കുറിച്ചുമുള്ളപ്പോൾ ഈ വിജിലൻസിന്റെ റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോൾ SITയുടെ അത് ഹൈക്കോടതിയുടെ മേൽനോട്ടമുള്ളതുകൊണ്ടല്ലേ അതെ. തീർന്നില്ല. ഹൈക്കോടതി ഈ വിജിലൻസ് ഉദ്യോഗസ്ഥനെ പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഈ ദേവസ്വം ഉദ്യോഗസ്ഥനെ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ശ്ലാഘനീയമായ പ്രവർത്തനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയെ വിശ്വാസമാണ്, നല്ല രീതിയിൽ വരട്ടെ. പക്ഷേ ഇതിന്റെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ വന്നില്ലെങ്കിൽ അർത്ഥമില്ല. വെറും കാലാളും പ്യൂണാണ് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി. അല്ല, ഇത്രയും കാര്യങ്ങൾ വന്ന സ്ഥിതിക്ക് ഇനി അന്വേഷണ സംഘത്തിന് അവരെ മാത്രം സംരക്ഷിച്ചു നിർത്താൻ കഴിയുമോ രാഹുൽ? അറിയില്ല, അതറിയില്ല. കാര്യം പാർട്ടി അടക്കം, ഞാൻ ആരെയും കുറ്റം പറയല്ല, സുരേഷ് സഖാവിന്റെ പാർട്ടിയിലെ ആൾക്കാരെ പറയില്ല. അവരുടെ പാർട്ടിയിലെ മുതിർന്നവരിലേക്ക് എത്താൻ ഒരു ഇലക്ഷൻ വർഷത്തിൽ CPM ആഗ്രഹിക്കൂ. അവരുടെ പാർട്ടിയിലെ മുതിർന്ന ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടെങ്കിൽ അവരത് ആഗ്രഹിക്കൂ. അപ്പൊ അവരത് മറച്ചു വെക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഹൈക്കോടതിയിൽ പ്രതീക്ഷയുണ്ട്. CBI അന്വേഷണം എന്നാൽ കുറച്ചുകൂടെ മെച്ചമാണ്. കേരളത്തിലെ രണ്ട് പ്രധാന പാർട്ടികളും, അതായത് കോൺഗ്രസും BJPയും രണ്ടുപേരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഹൈക്കോടതിയാണ് ഇപ്പൊ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പിന് താഴെയാണെന്നുള്ള ഒരു ലിമിറ്റേഷൻ കൂടിയുണ്ട്. പക്ഷേ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണെന്ന് പറയുന്നു. കാര്യം ഇവരെ ആരെയും നമുക്ക് സാധാരണക്കാർക്ക് അറിയില്ലല്ലോ, എല്ലാവരും നല്ലവരാണെന്ന് പറയുന്നു. കൂടുതൽ വരട്ടെ. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന പ്യൂൺ, വെറും പ്യൂണായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. മാസ്റ്റർ മൈൻഡ് ആരാണ്? ആ മാസ്റ്റർ മൈൻഡുകളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ മാധ്യമങ്ങളും ഹൈക്കോടതിയും ഇത്രയും പണിയെടുത്തത് അർത്ഥശൂന്യമാകും. അവരിലേക്ക് എത്തണം, അവരെ അറസ്റ്റ്. ശ്രീ സുരേഷ് കുമാർ, ഈ ശബരിമല തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണ്? തൊണ്ടി മുതൽ എവിടെ? ഇതിലേക്ക് അന്വേഷണം എത്തണം. അതിന് CBI വരുന്നതായിരിക്കും നല്ലത്. ഈ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിനകത്ത് നിന്ന് ഒരുപക്ഷെ ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടമൊക്കെ ഉണ്ടെങ്കിലും അത് സംശയിക്കപ്പെടും എന്നാണ് ഇതിലെ ബാക്കി എല്ലാവരും തന്നെ അഭിപ്രായപ്പെട്ടത്. അതിനുള്ള താങ്കളുടെ പ്രതികരണം ചുരുങ്ങിയ വാക്കുകളിൽ. അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനകത്ത് ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, രണ്ട് ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെയും പേരിവിടെ രാജാ വിജയരാഘ സാറും അതുപോലെ തന്നെ ശ്രീ വിജയകുമാർ സാറും രണ്ടുപേരുടെയും പേര് വരെ പരാമർശിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. അവരുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തെ പോലും സന്ദേഹപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവർക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഇത് രാഷ്ട്രീയ അജണ്ടയ്ക്കനുസരിച്ച്, ഹിഡൻ അജണ്ടയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു, മുഖ്യമന്ത്രിമാരുടെ പേര് പരാമർശിച്ചുകൊണ്ട്. അദ്ദേഹം വിട്ടുപോയൊരു മുഖ്യമന്ത്രിയും ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി നടന്നത് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ്. അന്ന് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിരുന്നത് ആരാണെന്നും ഏത് അഴിമതിയാണ് അവിടെ നടന്നതെന്നുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മാധ്യമപ്രവർത്തകർക്കും കേരളത്തിലെ ജനങ്ങൾക്കും. ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരുപക്ഷെ ഇതിനേക്കാൾ കൂടിയ അഴിമതി, ഏറ്റവും കൂടുതൽ കൊള്ള മുതൽ കട്ടുകൊണ്ടുപോയത് ആ കാലയളവിലാണ്. 1,81,00,000 രൂപ മാത്രം പാത്രം വാങ്ങി വ്യാജ ബില്ല് ഹാജരാക്കിയ അഴിമതിയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് വരാം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ആശങ്ക എന്തിനാണ് അവർ പങ്കുവയ്ക്കണമെന്ന് അറിയാമോ? ഇവർ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് ഇതിനെ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് അവരുദ്ദേശിക്കുന്ന ആളുകളിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നില്ല എന്നൊരു സംഗതി ഇവർക്കുണ്ട്, ഒരു ആശങ്ക ഇവർക്കുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ബഹുമാനപ്പെട്ട ADGP ശ്രീ വെങ്കടേഷ് IPS, അതുപോലെ തന്നെ ശ്രീ S ശശിധരൻ IPS എന്നീ രണ്ട് മിടുക്കരായ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഞാൻ അവരുടെ പേരൊന്നും ഇവിടെ പരാമർശിക്കാൻ ആഗ്രഹിച്ചതല്ല. വന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിനെ പോലും സംശയിക്കുന്ന നിലയിലേക്ക് ഇവരുടെ രാഷ്ട്രീയ അജണ്ട പോകുന്നുണ്ട് എങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കണം, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇവരുടെ ലക്ഷ്യം. അതുവരെ ഇതിനെ മുൻമുനയിൽ നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് BJPയുടെയും കോൺഗ്രസിൻ്റെയും ആവശ്യമാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങൾ വളരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, 2004 മുതൽ 2008 വരെ ശബരിമലയിലെ കീഴ്ശാന്തിയായിരുന്ന അന്നത്തെ കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കടന്നു വരുന്നത്. അക്കാലം മുതലുള്ള ചരിത്രം, അക്കാലം മുതലുള്ള ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ വിശദമായി പരിശോധിക്കാൻ തയ്യാറാകണം എന്നാണ്. ഇവിടെ വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം എഴുതി ചേർത്തിട്ടുണ്ട്. ഇതിലെ 2ാം പേജിനകത്ത്, റിമാൻഡ് റിപ്പോർട്ടിൻ്റെ 2ാം പേജിനകത്ത് 4ാം പ്രതി ബോർഡ് മിനിറ്റ്സിൽ എഴുതിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പു തകിടുകൾ 1ാം പ്രതിക്ക് കൈമാറാൻ ഉത്തരവ് നൽകിയും ദ്വാരപാലക ശില്പങ്ങളിലും തകിടുകളിലും സ്വർണം പൊതിഞ്ഞതാണെന്ന് 5-6 പ്രതികൾക്ക് അറിയാമായിരുന്നിട്ടും വെറും ചെമ്പു തകിടുകൾ എന്നെഴുതി തയ്യാറാക്കിയതുമാണ് എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ആ എഴുതിയത് ഉദ്യോഗസ്ഥരാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിനകത്ത് വസ്തുനിഷ്ഠമായി സൂചിപ്പിച്ചിരിക്കുക തന്നെ അതിനകത്ത് മറ്റാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എങ്കിൽ അതിനെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടക്കണം. ഞാൻ ഇടപെടുകയാണ് ശ്രീ പഴകുളം മധു, ഞാൻ ഇടപെടുകയാണ് ശ്രീ പഴകുളം മധു, താങ്കളുടെ മറുപടി. ശ്രീ സുരേഷ് കുമാർ, ശ്രീ പഴകുളം മധു, ഇനി അദ്ദേഹത്തിന്റെ സമയമാണ്. ശ്രീ പഴകുളം മധു, തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ശ്രീ പഴകുളം മധു പറഞ്ഞോളൂ പറഞ്ഞു വേണ്ടി ശ്രമിക്കുന്നത്. അത് തിരിച്ചറിയാൻ നമ്മൾ ശ്രീ പഴകുളം മധു, ഞങ്ങളുടെ സർക്കാരിലെ സത്യസന്ധരായ
ഞങ്ങളുടെ സർക്കാരിലെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ FIRലെ റിമാൻഡ് റിപ്പോർട്ടിലെ വളരെ വസ്തുതാപരമായ റിപ്പോർട്ട് വിശ്വസിച്ച് നിങ്ങളെല്ലാം സമരമൊക്കെ പിൻവലിച്ച് വീട്ടിൽ പോയിരുന്നു, ഞങ്ങൾ ബാക്കിയെല്ലാം ചെയ്തോളാം എന്ന് പറയുന്നത് ശുദ്ധ വിവരക്കേടാണ്. മറ്റൊരു വിവരക്കേട് കൂടി സുരേഷ് ഇവിടെ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഏറ്റവും വലിയ അഴിമതി നടന്നതെന്ന്. ഇത്രയൊക്കെ വിഡിതം വിളമ്പാൻ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് കഴിയുന്നത് പാർട്ടിയുടെ അടിമയായതുകൊണ്ടാണ്. ഇത്രയും കൊള്ള നടത്തിയ ഒരു പാർട്ടിയെ രക്ഷിക്കാൻ ഇങ്ങനെയുള്ള സുരേഷ്മാർ വിചാരിച്ചാൽ നടക്കില്ല. കേരളത്തിലെ ജനങ്ങൾക്കും നിയമവ്യവസ്ഥയ്ക്കും എല്ലാവർക്കും അറിയാം ഇത് നടന്ന കൊള്ളകൾ എന്തെല്ലാമാണെന്ന്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഈ സമരത്തിലെത്തിയത്? KPCC സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 ഘട്ട സമരം നടന്നു. ഒന്ന് പത്തനംതിട്ടയിൽ ശക്തമായ സമരം നടന്നു. രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ഞങ്ങൾ ഇന്നലെ പന്തളത്ത് വിശ്വാസ സംരക്ഷണ സംഗമം നടത്തി. അതിൽ പങ്കെടുത്ത 10,000-കണക്കിന് ജനങ്ങൾ. കോൺഗ്രസ് ആണ് സമരരംഗത്ത്. ഹൈക്കോടതി നിരീക്ഷണം വെച്ചാൽ വീട്ടിൽ പോകാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ സമ്മതമില്ല. ഹൈക്കോടതിയുടെ ശരിയാണോ തെറ്റാണോ എന്നൊന്നും വ്യാഖ്യാനിക്കാൻ ഇവിടെ ആരും വളർന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജഡ്ജിമാരല്ല ഈ അന്വേഷണം നടത്തുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജിമാർ നേരിട്ട് ഇറങ്ങി വന്ന് നടത്തുന്ന അന്വേഷണമല്ല ഇത്. പിണറായിയുടെ കീഴെയുള്ള ചില ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന അന്വേഷണമാണ്. എനിക്ക് ആ ഉദ്യോഗസ്ഥന്മാരെ സംശയമൊന്നുമില്ല, പക്ഷേ അവരുടെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ഞാൻ താങ്കളോട് പറയാം. നിയമപരമായ ബാധ്യത നിറവേറ്റാൻ ഈ ബോർഡ് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് എന്താ ചെയ്യേണ്ടത്? ഈ ബോർഡിനെ പിരിച്ചുവിടുക, അതിന് പ്രൊവിഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാൽ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്നവരാണ് പ്രസിഡന്റും മെമ്പർമാരും. യവന്മാർ രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞാൽ രണ്ടുപേരും രാജിവെച്ച് പുറത്തു പോകും. ഹൈക്കോടതി പറഞ്ഞ അനുസരിച്ച് കേൾക്കണം. SIT മാത്രമല്ല ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ളത്. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നിയമപരമായ ബാധ്യത നിറവേറ്റാൻ ഈ ബോർഡ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. ശരി, ഞങ്ങൾ എടുക്കുന്ന പ്രശ്നം എന്താണ്? ഇത് രാഷ്ട്രീയ അജണ്ടയാണോ? ഉമ്മൻചാണ്ടിയുടെ കാലത്താണോ ഏറ്റവും കൂടുതൽ അഴിമതി നടന്നിട്ടുള്ളത്? ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ശബരിമലയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുള്ളത്? ദേവസ്വം മാനുവൽ പ്രകാരം കൊടുക്കേണ്ട ഗ്രാന്റ് പോലും 3 വർഷമായി കൊടുക്കാത്ത ഗവൺമെൻറ്റാണിത്. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് 8.5 കോടി ഊരാളുകൾ സൊസൈറ്റിക്ക് കൊടുത്തിട്ട് അതിൽ നിന്നും കൂടി കമ്മീഷൻ വാങ്ങിക്കാൻ ശ്രമിച്ച പിണറായി വിജയന്റെ പോലീസ് നടത്തുന്ന അന്വേഷണം വിശ്വസിച്ച് പോകണമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർ പോലും കേരളത്തിൽ ഇത് അംഗീകരിക്കില്ല. 10,000-കണക്കിന് എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കണം എന്ന ഞങ്ങളുടെ ഇല്ല പുതിയൊരു അല്ല നിങ്ങൾ നിർത്തൂ. പുതിയ കേരളത്തിൽ ഗോപികൃഷ്ണൻ ചർച്ചയില് ആങ്കറാണ് അത് നിശ്ചയിക്കേണ്ടത്. അത് കാണിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. അദ്ദേഹത്തോട് ഉണ്ടായിരിക്കാൻ മധു താങ്കളൊന്ന് അടങ്ങിയിരിക്കേ, ഒന്ന് കേൾക്ക്. ഇത് എത്രയേ ഉള്ളൂ ഗോപികൃഷ്ണൻ. ഇതിപ്പോ സാധാരണ ഭക്തന്മാരുടെ ഒരു വികാരമാണിത്. ഇവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നത് ചങ്ങലയ്ക്കാണ്, ഇവിടെ വിള തിന്നുന്നത് വേലിയാണ്. അതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കോടതി പറയുന്നു ഇപ്പോൾ മാർക്സിസ്റ്റുകാരും അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും പറയുന്നതും പുറത്തു വരുന്നതുമായ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കുറ്റാരോപിതരായ ദേവസ്വം ബോർഡും അതിന്റെ നേതൃത്വം കൊടുത്ത ദേവസ്വം മന്ത്രിയും ഇരിക്കുന്ന ആ ഒരു സംവിധാനത്തെ കോടതിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞത്. മാത്രമല്ല ഒന്നുകൂടി പറഞ്ഞു മിസ്റ്റർ സുരേഷ്, ഇത് രഹസ്യാത്മകമായിരിക്കണം. അന്വേഷണത്തിന്റെ നിങ്ങളുടെ പരിഗണനാ വിഷയങ്ങൾ വിപുലീകരിക്കണം. നാം മനസ്സിലാക്കിയതിനേക്കാൾ വലിയ വ്യാപ്തി ഇതിനകത്തുണ്ട്. ഒരു തിരുട്ട് ഗ്രാമത്തെ പോലെ കൊള്ളയ്ക്കും മോഷണത്തിനും വേണ്ടി കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു വകുപ്പായിട്ട് ദേവസ്വം ബോർഡ് മാറിക്കഴിഞ്ഞോ? അതാണ് ഇന്ന് കേരളത്തിലെ ഭക്തജനങ്ങൾ ചോദിക്കുന്നത്.
ഒരു മിനിറ്റ്സ് പുസ്തകം പോലും ബഹുമാന്യ എഴുതി സുഹൃത്തേ, ആ സൂക്ഷിക്കാൻ കഴിയാത്ത അന്വേഷണത്തിൽ നിങ്ങൾക്ക് സുരേഷ് വിശ്വാസമില്ല. പറഞ്ഞത് നിങ്ങൾ ഈ അത് അന്വേഷണത്തിന്റെ കൃത്രിമമാണെന്ന്. സർ, പ്രാധാന്യത്തെ നാണം സംബന്ധിച്ച് ഉണ്ടോ അതിന്റെ നിങ്ങൾക്ക്? സവിശേഷതയെ ഒരു സംബന്ധിച്ച് മിനിറ്റ്സ് വിസ്തരിച്ച് പുസ്തകം പറയുമ്പോൾ പോലും എഴുതി സൂക്ഷിക്കാൻ നിങ്ങൾ ഈ കഴിയാത്ത, അന്വേഷണത്തിൽ വിശ്വസിക്കുന്നില്ലല്ലോ. തങ്ങളുടെ ജീവനക്കാരെ നിയന്ത്രിക്കാൻ കഴിയാത്ത, തങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത മന്ത്രിയും ദേവസ്വം ഉദ്യോഗസ്ഥന്മാർക്കും ഇവരെ നിയന്ത്രിക്കാൻ നിങ്ങളുടെ മന്ത്രിമാർക്കും നിങ്ങളുടെ ഭരണത്തിലുള്ളവർക്കും കഴിയില്ലെങ്കിൽ രാജിവെച്ച് ഇറങ്ങി പോവുകയാണ് അല്ല കേന്ദ്ര മാസ്റ്റർ, ഇതിനകത്ത് സിമ്പിൾ ചോദ്യം, ഈ അന്വേഷണത്തെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇവിടെ ഒരു അന്വേഷണം നടക്കുന്നു, ആ അന്വേഷണത്തോടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ട്, സമയം അനുവദിച്ചിട്ടുണ്ട്, ആ അന്വേഷണം വരുന്നു. അതിനിടയിൽ തന്നെ BJP അന്വേഷണം നടക്കുമ്പോൾ തന്നെ സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ടുള്ള സമരത്തിന് തയ്യാറെടുക്കുന്നു. അതിൽ എന്ത് രാഷ്ട്രീയം എന്നായിരുന്നു നേരത്തെ ചോദിച്ചത്. രാജ്മോഹൻ സാർ, ഇനിയിപ്പോൾ നമുക്ക് അറിയാനുള്ളത് ആരാണ് ഇതിലെ ആസൂത്രകൻ, എവിടെയാണ് തുണ്ടി മുതൽ എന്നതാണ്. അതിലേക്ക് എത്താൻ പാകത്തിൽ ഈ അന്വേഷണം പുരോഗമിക്കുമോ എന്നതാണ് നമ്മളുടെ മുന്നിൽ നിൽക്കുന്ന ചോദ്യം. അവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവർ, ഇപ്പോൾ CPM പ്രതിനിധി ഒഴികെയുള്ളവർ പറയുന്നു, സർക്കാർ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ അന്വേഷണ സംഘത്തിന് ഇത് എങ്ങനെ വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു അവിശ്വാസം ഈ അന്വേഷണ സംഘത്തിന് മേൽ രേഖപ്പെടുത്താനുള്ള സമയമായോ? ശ്രീ ഗോപികൃഷ്ണൻ, ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫങ്ഷണൽ ഓട്ടോണമി ഇല്ലാത്തൊരു സംവിധാനമാണ്. അത് സെൻട്രൽ പോലീസ് ആയാലും സ്റ്റേറ്റ് പോലീസ് ആയാലും ശരി. സ്റ്റേറ്റ് പോലീസ് സംസ്ഥാന ഹോം ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ, ഇപ്പോൾ CBI മാതിരി ഏജൻസി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ ഫങ്ഷണൽ ഓട്ടോണമി ഇല്ലാത്ത കാലത്തോളം നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇതിലത്തെ ഏറ്റവും ആശാവഹമായ കാര്യം, ഈ ഇൻവെസ്റ്റിഗേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ക്ലോസ് മോണിറ്ററിൽ നടക്കുകയാണ്. പിന്നെ കൂടാതെ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡിബിലിറ്റി, അവരുടെ ഇൻറ്റഗ്രിറ്റി, അത് വളരെ ഹൈ ഇൻറ്റഗ്രിറ്റി ഓഫീസേഴ്സാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സിസ്റ്റത്തിനെ ബഹുമാനിക്കണം. അപ്പോൾ ഹൈക്കോടതി മോണിറ്റേർഡായ ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ ക്രെഡിബിളായ ഉദ്യോഗസ്ഥന്മാർ നടത്തുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അവരെ വിശ്വസിക്കുക. ഓക്കെ, അങ്ങനെ വിശ്വാസം നടത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും പാളിച്ചകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പൊതുസമൂഹം വിചാരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഇൻവോൾവ് ആവാം, പ്രിന്റ് മീഡിയാസിനെയും പത്രങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാം, പൊതുജനങ്ങൾക്ക് പറയാൻ കാര്യങ്ങൾ. അപ്പോഴേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അത് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ് ഞാനൊക്കെ കരുതുന്നത്. കാരണം ഹൈക്കോടതിയുടെ ക്ലോസ് മോണിറ്റർ നടക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ അതിനെ അംഗീകരിക്കേ പറ്റൂ. അപ്പോൾ ആ അംഗീകാരവും ഉദ്യോഗസ്ഥന്മാരുടെ ക്രെഡിബിലിറ്റിയും വരുമ്പോൾ ഞാനൊക്കെ കരുതുന്നത് ഇത് ശരിയായ ദിശയിൽ പോകുമെന്നാണ്. പക്ഷേ എവിടെയെങ്കിലും വഴിയിൽ വെച്ച് ഇൻവെസ്റ്റിഗേഷൻ്റെ ഈ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഹൈക്കോടതി ഇടപെടും. അപ്പോൾ ഹൈക്കോടതി തീർച്ചയായിട്ടും ഈ കേസ് CBIക്ക് തന്നെ വിടുന്നു എന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. എന്താണ് താങ്കൾ പൂർത്തിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞത്? അല്ല, ഈ ഗോപികൃഷ്ണൻ, ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേവസ്വം കൊള്ള നടത്തിയത് CPMൻ്റെ പ്രതിയുടെ പറയുണ്ടായി. അത് സത്യമാണോ? ഉമ്മൻചാണ്ടി സർക്കാരല്ലേ ശബരിമലയുടെ സമ്പൂർണ്ണ വികസനത്തിന് വേണ്ടി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടി വനഭൂമി ലഭ്യമാക്കിയതും ശബരിമലയുടെ ഗ്രാൻഡ് മാനുവൽ ദേവസ്വം മാനുവൽ പ്രകാരമുള്ള ഗ്രാൻഡ് ഇരട്ടിയാക്കിയതും ഒക്കെ കോൺഗ്രസ് ഗവൺമെന്റുകളല്ലേ? ഞങ്ങളല്ലേ ഈ കൊള്ള കണ്ടുപിടിക്കാൻ ഇന്ന് ശക്തമായ രംഗത്തുള്ളത്? BJP പോലും ഈ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് സമരം. അപ്പൊ CPMന്റെ ഒരു നേതാവ് വന്ന് എന്ത് അനാവശ്യവും പറഞ്ഞിട്ട് പോകാമെന്നാണ് ഇത്തരം ചർച്ചകളിൽ. നീചമായ വാക്കുകളാണ്. അറിവോടെ നടന്ന ഒരു കൊള്ളയല്ലേ ഇത്? ഞാൻ പറയുന്ന അല്ലല്ല, ഏത് സർക്കാരിന്റെ കാലത്ത് തട്ടിപ്പ് കൂടുതൽ നടത്തി, ഏത് സർക്കാരിന്റെ കാലത്ത് കൊള്ള നടത്തി എന്നതല്ല. ശബരിമലയിലെ സ്വർണ്ണപ്പാളി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങളിൽ നിന്ന് ഇതിലെ യഥാർത്ഥ ആസൂത്രകരിലേക്കും ഇതിന്റെ തൊണ്ടി മുതൽ എവിടെയാണ് എന്നതിലേക്കും അന്വേഷണം മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. 6 ആഴ്ച കഴിയുമ്പോൾ കോടതിയുടെ മുന്നിലേക്ക് എത്തുന്ന അന്വേഷണ റിപ്പോർട്ടിലൂടെ സമഗ്രമായി ഈ സത്യം വെളിച്ചം കാണുമോ എന്നതിന് കാത്തിരിക്കുന്നുണ്ട് അയ്യപ്പന്റെ ലക്ഷക്കണക്കിന് വരുന്ന ഭക്തരും അതോടൊപ്പം കേരളത്തിന്റെ പൊതുസമൂഹം. നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.